ഇപ്രാവശ്യത്തെ എൻ്റെ ഫോൺ ഓഫ് ചോയ്സ് എന്ന് പറയുന്ന ഐഫോൺ എയർ ആണ് കേട്ടോ. ഈ ഒരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ആക്ച്വലി ഷോറൂമിൽ പോയത്, പ്രോയോ പ്രോമാക്സോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ പോയ സമയത്ത് മിക്ക പ്രോ മോഡൽസിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളേഴ്സിലെല്ലാം 2 മണിക്കൂറായിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ഡേ ഓഫ് ലോഞ്ചാണ്. എനിക്കൊന്ന് ഫോൺ വെച്ചിട്ട് അതിനകത്തൊരു 5 or 6 hours മാക്സിമം ആവുള്ളൂ. അതിനിടയിൽ തന്നെ പ്രോ മോഡൽസിൻ്റെ മിക്ക കളേഴ്സിൽ ഞാൻ പറഞ്ഞ പോലെ കളേഴ്സിലെല്ലാം സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സാധനം കണ്ടപ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു ഫോൺ ചൂസ് ചെയ്യുമായിരുന്നു. ഈ ഫോൺ ചൂസ് ചെയ്യുന്നതിൽ കുറച്ച് കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ കൊള്ളായിരിക്കുമോ, ഇനി ഇത് ഡ്യൂറബിൾ ആയിരിക്കുമോ, ബാറ്ററി ഉണ്ടാവുമോ എന്നുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയപ്പോൾ തന്നെ പ്രോയും പ്രോ മാക്സും അതുപോലെ തന്നെ 17 ഒക്കെ ആയിട്ട് ക്യാമറ കമ്പാരിസൺ ചെയ്ത സമയത്ത് 1Xലൊക്കെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരേപോലത്തെ ക്വാളിറ്റിയാണ് കേട്ടോ ഞാൻ കണ്ടത്. അപ്പോൾ പിന്നെ ക്യാമറ എനിക്ക് അല്ലാതെ പ്രൊഫഷണൽ ക്യാമറാസ് ഉള്ളതുകൊണ്ട് തന്നെ ക്യാമറ എനിക്ക് വലിയൊരു കൺസേൺ ആയിരുന്നില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ ക്യാമറാസ് ആണ് കേട്ടോ. മറ്റു ഓൺലൈൻ നമ്മൾ ആദ്യം കണ്ട പോലെയൊന്നുമല്ല, ക്യാമറ ഒറ്റ ക്യാമറ ഉള്ളെങ്കിലും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കൺസേൺ ആയിരുന്നു ബാറ്ററി എന്ന് പറയുന്നത്. ബാറ്ററി ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് വരികയാണ്. എനിക്ക് തോന്നുന്നു ഐഫോൺ 17 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-30 മിനിറ്റിൻ്റെ ഡിഫറൻസ് മാത്രമേ ഈ ബാറ്ററിക്കുള്ളൂ കേട്ടോ. റിയലി യൂസബിൾ ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. ബാറ്ററിയുടെ കാര്യത്തിലും വലിയ കൺസേൺ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അവസാനമായിട്ട് ഡ്യൂറബിലിറ്റിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം ഫോണായതുകൊണ്ട് തന്നെ എനിക്ക് ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് അത്രത്തോളം എന്താ പറയുക ഒരു മനസ്സ് വന്നില്ല. പക്ഷേ ജെറി റിക്സിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ബെൻ ടെസ്റ്റ് അതുപോലെ തന്നെ ഡ്രോപ്പ് ടെസ്റ്റ് ഒക്കെ കണ്ട സ്ഥിതിക്ക് എനിക്കിപ്പോൾ പറയാൻ പറ്റും ഇത് ഐഫോണിൻ്റെ തന്നെ ഏറ്റവും ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു ഡിവൈസ് തന്നെയാണ്. കാര്യം ആ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ച്വലി ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏകദേശം 97 കിലോഗ്രാം വച്ചപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ സ്ക്രീൻ പോലും ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അത്രത്തോളം ഡ്യൂറബിൾ ആണ്. സോ ഐ ഹൈലി സജസ്റ്റ് ഐഫോൺ എയർ കേട്ടോ. കിടുക്കൻ ഡിസൈനാണ്.